തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. റോമാലേഖനം 10-ാം അധ്യായം 11-ാമത്തെ തിരുവചനം പറയും, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാനിലുള്ള വിശ്വാസത്തിൻ്റെ ജീവിതത്തിൻ്റെ വില എന്തെന്ന് ഞങ്ങൾക്ക് ഈ മണിക്കൂറിൽ പറഞ്ഞു തരണേ. വിശ്വാസം ഒരു വഴവേലയല്ലെന്നും വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തോട് സ്വർഗം കാണിക്കുന്ന ആഭിമുഖ്യങ്ങൾ എന്തോ എന്നും ഞങ്ങളെ പഠിപ്പിക്കണേ. ഈശോയെ, രക്ഷാകരമായ ഒരു വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള അനുഗ്രഹം യാചിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ അമ്മയോടൊപ്പം വിശുദ്ധ യോസേപ്പ് പിതാവിനെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ വചന വിചിന്തന വഴിയിലൂടെ യാത്ര ചെയ്യട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശ്വസിക്കുന്നവൻ്റെ ജീവിതം ലജ്ജിക്കാതിരിക്കാൻ അവനെ കാത്തു സംരക്ഷിച്ച് പരിപാലിക്കുന്നൊരു തമ്പുരാൻ തിരുവചനത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. ഇസ്രായേലിൻ്റെ മരുഭൂമിയുടെ യാത്രയിൽ മോശ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രവാചകനെ വിശ്വസിച്ച്, മോശയുടെ വാക്കുകളെ വിശ്വസിച്ച് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ അതിദീർഘമായൊരു മരുഭൂമിയുടെ പ്രയാണ വഴിയിലേക്ക് ജീവിതത്തെ ചേർത്ത് വെച്ചപ്പം അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഏകബലം തമ്പുരാനുള്ള വിശ്വാസമാണ്. മോശയുടെ ജീവിതത്തിലും മോശ ദൈവത്തോട് ആകപ്പാടെ ആവർത്തിച്ച് ആവശ്യപ്പെട്ട ഒരു കാര്യം, നീ കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പോട് കൂടിയിട്ട് ഈ ജനത്തെ കൊണ്ടുപോകാനായിട്ട് നയിക്കാനായിട്ട് എനിക്ക് കഴിയും. നീ കൂടെ ഉണ്ടെങ്കിൽ മാത്രം. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് മോശയുടെ ജീവിതത്തിൽ ഒരിടത്തും ലജ്ജിക്കേണ്ടി വരാത്ത വിധം ചെങ്കടൽ വിഭജനത്തിൽ ലജ്ജയുടെ സാധ്യതകളെ ഇല്ലായ്മ ചെയ്തൊരു ദൈവമുണ്ട്. മാറയിലെ കയ്പുനീരിനെ അത്ഭുതത്തിൻ്റെ മധുരിക്കുന്ന വെള്ളമാക്കി മാറ്റിയ ഒരു ദൈവമുണ്ട്. മന്നയും കാടപ്പക്ഷിയും കൊണ്ട് വിശ്വാസിയുടെ ജീവിതത്തെ, ഇസ്രായേലിൻ്റെ ജീവിതത്തെ അത്ഭുതകരമായിട്ട് കൈകാര്യം ചെയ്യുകയും ലജ്ജയുടെ സാധ്യതയെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ജെറീക്കോ കോട്ടയുടെ മുമ്പിൽ ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ തകർന്നു നിൽക്കുമ്പം കോട്ടയുടെ കല്ലുകളെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു ദൈവമുണ്ട്. ലജ്ജിക്കാൻ ഇടവരാതെ വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിന് കരുത്തായി മാറുന്ന ഒരു അത്ഭുതത്തിൻ്റെ ദൈവം പകൽ മേഘത്തൂണായും രാത്രിയിൽ അഗ്നിസ്തംഭമായും ഇസ്രായേലിൻ്റെ മരുഭൂമിയുടെ പ്രയാണത്തിലെ സഹയാത്രികനായിരുന്ന നമ്മുടെ തമ്പുരാൻ, നമ്മുടെ ദൈവം. അതുകൊണ്ട് ഓരോ വിശ്വാസിയും ലജ്ജിക്കാത്ത വിധം ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ അഭയം ഗമിക്കേണ്ട ആത്മീയ ഇടത്തിൻ്റെ പേരാണ് രക്ഷകനായ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂന്നിയ ജീവിതശൈലി. പുതിയ നിയമത്തിൽ രക്ഷയുടെ മേഖലകളെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം. നല്ലതാണ്. രക്ഷയുടെ സാധ്യതകൾ ഓരോന്നായിട്ട് തിരുവചനം കൃത്യതയോടുകൂടിയിട്ട് തിരുവചനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, പാപത്തിൽ നിന്ന് രക്ഷ നൽകാനായിട്ടാണ് പുതിയ നിയമം യേശുവിനെ അവതരിപ്പിക്കുന്നത്. പാപമെന്ന് പറഞ്ഞാൽ കൽപ്പനകളോടുള്ള വ്യതിരക്തത, കൽപ്പനകളുടെ ലംഘനമാണ് പാപം. കൽപ്പന മുഴുവനും സ്നേഹമെന്ന 2 കൽപ്പനയിൽ സംഗ്രഹിച്ചുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, ദൈവസ്നേഹത്തിനും സഹോദര സ്നേഹത്തിനും വിരുദ്ധ നിലപാടുകൾ എടുക്കുമ്പം നീ പാപത്തിലാണ്. ദൈവത്തെ നിൻ്റെ വീട്ടിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും ആട്ടിപ്പുറത്താക്കുമ്പോൾ അത് കഠിന പാപമാണ്. ദൈവം നിൻ്റെ ഉള്ളിൽ വേദനയോടുകൂടിയിട്ട് ആയിരിക്കുന്ന അവസ്ഥ ലഘുപാപമാണ്. ഇങ്ങനെ പാപബദ്ധമായ ജീവിതത്തിൽ നിന്നും രക്ഷപ്രദാനം ചെയ്യാനായിട്ട് കടന്നു വന്ന രക്ഷകനെയാണ് നമ്മൾ മനസ്സിൽ ആദ്യമായി കുറിക്കേണ്ടത്. മത്തായി സുവിശേഷം 1:21 പറയും, അവൻ ജനത്തിൻ്റെ പാപത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു. ക്രിസ്തു കടന്നു വന്നത് പാപത്തിൻ്റെ വിമോചനത്തിനു വേണ്ടിയിട്ടാണ് എന്ന് തിരിച്ചറിയണം. 1 യോഹന്നാൻ 3:5 വചനം എങ്ങനെയാണ് പറയുക? പാപങ്ങൾ ഒറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പ്രത്യക്ഷനായത്. അതുകൊണ്ട് പാപത്തോട് ബന്ധപ്പെടുത്തി യോഹന്നാൻ 1-ാം ലേഖനത്തിൻ്റെ 1:9 പറയും, അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അതെല്ലാം പുറത്ത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹം തരും. അപ്പം ദൈവം സ്വർഗം ഇങ്ങനെ ക്രിസ്തുവിലൂടെ സ്വപ്നം കണ്ടത് പാപ വിമോചനമാണ്. പാപത്തെ ഏറ്റുപറയണം, പാപിയാണെന്ന് സമ്മതിക്കണം. എനിക്കിപ്പോൾ ഒരു കുറവുമില്ല. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാത്ത ഒരു കാരണവരോട് കുമ്പസാരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം അതിനിപ്പോൾ ഞാൻ എന്നാ പാപമാണ് ചെയ്യുന്ന അച്ചു. വീണ്ടും വീണ്ടും ചോദിച്ചു വന്നപ്പം ചെയ്യാത്ത പാപങ്ങൾ കുറവാണ്.
ആ മനുഷ്യൻ പാപത്തെക്കുറിച്ചുള്ള അവബോധങ്ങളില്ലാതെ പാപബോധം നഷ്ടപ്പെട്ടു എന്നതാണ് അപകടകരമായ കാര്യം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയും, ഇന്ന് ഈ ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ അപകടം പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നു എന്നതല്ല, ചെയ്യുന്നില്ലെന്നു ചെയ്യുന്നു രണ്ടുമല്ല, പാപബോധം നഷ്ടപ്പെട്ടു എന്നതാണ്. പാപിയല്ല എന്നങ്ങ് തോന്നുക. ഓ, ഇതൊക്കെ ഒരു പാപമാണോ, ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ പിന്നെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ചില ആളുകൾ ഒഴുകിടവ് പറയുന്നേക്കാം. പ്രിയപ്പെട്ടവരെ, നല്ല വിശ്വാസമുള്ളവർ, രക്ഷകനെ ഹൃദയത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിക്കുന്നവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അവരിങ്ങനെ പറയും, ചെറിയ പാപം പോലും, അത് മാനുഷികമായ കണ്ണിൽ പാപമാണോ എന്ന് പോലും സംശയം തോന്നുന്ന വിധത്തിലുള്ള ചെറിയ മനസാക്ഷി കുത്തുകളെപ്പോലും കൂടുകളിൽ ഏറ്റുപറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തു കടന്നു വന്നത് പാപിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന പ്രസ്താവന സത്യമാണ് എന്ന് വിശുദ്ധ പൗലോസ് വിളിച്ചു പറഞ്ഞില്ലേ. രണ്ടാമത്തെ കാര്യം, പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം നൽകാനാണ് ക്രിസ്തു കടന്നു വന്നത്. പുതിയ നിയമത്തിലെ ക്രിസ്തുവിൻ്റെ വരവെന്തിനു വേണ്ടി? പിശാചിൻ്റെ അടിമത്തത്തിൽപ്പെട്ട്, പൈശാചികതയുടെ കെട്ടുപാടിൽപ്പെട്ട് തകർന്ന ജീവിതത്തിൻ്റെ താളം തെറ്റിയ ജീവിതങ്ങളെ തിരികെ പിടിക്കാൻ കടന്നു വന്ന ക്രിസ്തു തൻ്റെ ജീവിതകാലത്ത് ഈ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരുപാട് രംഗങ്ങളൊക്കെ വചനത്തിലുണ്ട്. കൊളോസസ് ലേഖനം 2:15 പറയാണ്, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി, അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം വരിച്ചു. പിശാചിൻ്റെ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കിയിട്ട് അപകടകരമായിട്ടുള്ള ആ മേഖലയെ അതിജീവിക്കാൻ വേണ്ടി ശക്തി പ്രദാനം ചെയ്ത ആ അനുഗ്രഹത്തിൻ്റെ പേരാണ് നമ്മുടെ തമ്പുരാൻ ക്രിസ്തു ഈ എല്ലാത്തിൻ്റെ മേലും ആധിപത്യം പുലർത്തി. വീണ്ടും ഹെബ്രായ ലേഖനം 2:15 പറയും, മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണം കൊണ്ടവൻ തോൽപ്പിച്ചു. മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കാൻ വേണ്ടി. അപ്പം മരണഭയം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭയം. അങ്ങനെ പേടിച്ച ആളുകളെ ഒത്തിരി കണ്ടിട്ടുണ്ട്. മരിക്കാൻ ഭയങ്കര പേടിയാണ്, കേൾക്കുമ്പോഴേ പേടിയാണ്. ജീവിതത്തിൽ നമ്മൾ എന്നും നന്മ നിറഞ്ഞ മറിയം ചൊല്ലുമ്പം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണെങ്കിലും മരണഭയം എന്ന് പറയുന്നത് വലിയൊരു പേടിയാണ്. അത്തരം ഭയത്തെപ്പോലും ഇല്ലായ്മ ചെയ്യാനായിട്ട് പിശാച് അതിൻ്റെ മേൽ വെച്ചു പുലർത്തിയ ആധിപത്യത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് നമ്മുടെ തമ്പുരാൻ തീരുമാനമെടുത്തു. അതുകൊണ്ടാണ് തമ്പുരാനോട് ചേർന്ന് ജീവിച്ചാൽ, ജീവിതകാലത്ത് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ല അനുഗ്രഹത്തോടു കൂടെ ജീവിച്ചാൽ എത്ര ശാന്തമായിട്ട്, എത്ര അഭിഷേകത്തോടെ മരിക്കാൻ പറ്റുമെന്ന് അറിയാമോ? നിർബന്ധമായും മരിച്ചേ പറ്റൂ. അതിന് ഒഴുകഴിവൊന്നുമില്ല. അതുകൊണ്ട് എന്നാ ചെയ്യണം? ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ മരണത്തെ ധ്യാനമാക്കിയാൽ മാത്രം പോരാ, ഉതകുന്ന നിലപാട് കൊണ്ട് ജീവിതത്തെ, ഈ മരണനേരത്തെ കൺമുൻപിൽ കണ്ട് ജീവിതം അനുഗ്രഹമാക്കണം. അതുകൊണ്ടാണ് ജർത്രൂദ പുണ്യവാൻ്റെ വാക്കുകളുണ്ട്, ജീവിതകാലത്തു നീ അനുഗ്രഹത്തോടുകൂടെ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനയോളം എണ്ണം വിശുദ്ധർ നിൻ്റെ മരണനേരത്ത് നിൻ്റെ അരികിലുണ്ടാവും. അപ്പോൾ ജീവിതകാലത്ത് ചെയ്യുന്ന വിശുദ്ധ കുർബാനകൾ, പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാന, വിശുദ്ധൻ്റെ തന്നെ ഓർമ്മപ്പെടുത്തൽ, മരണശേഷം അർപ്പിക്കുന്ന 1000 കുർബാനകളെക്കാളും വിലയുണ്ട് ജീവിതകാലത്തു നീ യോഗ്യതയോടെ അർപ്പിക്കുന്ന ഒറ്റ കുർബാനയ്ക്ക്. അപ്പം ഇങ്ങനെയൊക്കെ സഭ ആത്മീയ പിതാക്കന്മാർ നമ്മളോട് പറയണത്, ജീവിതത്തിൽ പൈശാചിക അടിമത്തത്തിൻ്റെ മേഖലയെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ആയുധമായി രക്ഷകനെ നിൻ്റെ കുടുംബത്തിൻ്റെ നാഥനും കർത്താവും പരിപാലകനുമായി പ്രതിഷ്ഠിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ്. മൂന്നാമത്തെ കാര്യം, രക്ഷകൻ്റെ വരവിൻ്റെ മൂന്നാമത്തെ മേഖലയായിട്ട് പുതിയ നിയമം പരിചയപ്പെടുത്തുന്നത് പ്രലോഭനങ്ങൾ, ദുർമോഹങ്ങൾ, അനിയന്ത്രിതമായ വികാരങ്ങളിൽ നിന്ന് രക്ഷ നൽകാനായിട്ട് ദൈവം ഇതാ കടന്നു വരുന്നു പുതിയ നിയമത്തിൽ. ഈ കാലഘട്ടത്തിന് ഇത് വളരെ പ്രസക്തമായൊരു വിഷയമാണ്. അനിയന്ത്രിതമായിട്ടുള്ള പ്രലോഭനങ്ങളുടെ ഒരു കാലമാണ്. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും ദുരുപയോഗവും വഴിയായിട്ട് വഴിമാറിയ ഒരുപാട് ജീവിതങ്ങൾ. ഏറെ വൈകിയിട്ടും മക്കൾ ഇന്ന് മൊബൈൽ ഫോണിൻ്റെ സൗഹൃദ വലയത്തിലാണെന്ന് ഓർമ്മിക്കണം. പാതിരാവായിട്ടും എന്താ പണിയെന്ന് ചോദിക്കുമ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും നട്ടപ്പാതിരായി ക്ലാസ് എടുക്കുന്നതായിട്ട് നമ്മുടെ അറിവിലില്ല. പക്ഷെ മക്കളൊക്കെ തിരക്കില്ല. സങ്കടകരമായ അനുഭവങ്ങൾ. ചില മക്കളൊക്കെ ഏറെ വൈകിയിട്ട് കിടക്കുകയും, ഒരു ദിവസം ഞാൻ ഒരു 11:30 മണിക്കൂർ വീട്ടിൽ ചെല്ലുമ്പം മോൻ എന്തിയെ, +2 അവൻ ഉറങ്ങുവാച്ചോ, എഴുന്നേറ്റില്ല. എത്ര സങ്കടകരമാണെന്നറിയണം. ഈ പഠനം ഇങ്ങനെ ഓൺലൈനിലൂടെയായി മാറിയപ്പം പ്രലോഭനങ്ങളുടെ വലിയ സാധ്യതകൾ. എല്ലാ അമ്മമാരും വാർദ്ധക്യത്തിലുള്ളവരും മൊബൈൽ ഫോണിൻ്റെ, നല്ല ആൻഡ്രോയിഡ് ഫോണിൻ്റെ അടിമകളായി മാറിയിരിക്കുക. നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയിരുന്ന അധരങ്ങളും ജപമാല കയ്യിൽ പിടിച്ച ജീവിതങ്ങളും ഇന്ന് മൊബൈൽ ഫോണുകൾ കൊണ്ടും റിമോട്ട് കൺട്രോളുകൾ കൊണ്ടും വികൃതമാക്കപ്പെട്ടു എന്നൊക്കെ പറയേണ്ടി വരും. വൈകുന്നേരങ്ങളിലൊക്കെ വലിയ കാർന്നവന്മാർ പോലും
ഇങ്ങനെ ഇരിക്കുകയാണ് ചാരുകസേരയിൽ റിമോട്ടുമായിട്ട്, ടി വിയും മൊബൈൽ ഫോണുകളും ഒക്കെ ആയിട്ടുള്ള സൗഹൃദ ബന്ധ വഴികളിലൂടെ പ്രലോഭനങ്ങൾ കൂടുന്നു. ദുർമോഹത്തിൻ്റെ വഴികൾ, അനിയന്ത്രിത വികാരങ്ങളുടെ വഴികൾ. നന്ന ചെറുപ്പത്തിൽ തന്നെ വൈകാരിക മേഖലയിൽ വികലതകളുള്ളൊരു പുത്തൻ തലമുറയുടെ ഭാഗമാകേണ്ട ഗതികേടിലാണ് നമ്മൾ. ഇനി മുൻപോട്ടുള്ള യാത്ര, മുൻപോട്ടുള്ള ജീവിതം വളരെ അപകടകരവും ഭയപ്പെടുത്തുന്നതുമായി മാറുകയാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 5:9 പറയും, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നത് തീർച്ചയാണ്. എന്നുവെച്ചാൽ ക്രോധമെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് തമ്പുരാൻ്റെ രക്തം കാരണമായി 1 തെസ്സലോനിയർ 1:10 പറയും, അവിടുന്ന് മരിച്ചവരെന്നും ഉയർപ്പിച്ചവനും വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചിരിക്കുന്നവനുമായ യേശു ക്രിസ്തു. അതായത് യേശു ക്രിസ്തുവാണ് വരാനിരിക്കുന്ന എല്ലാ തരത്തിലുമുള്ള ബന്ധനങ്ങളും നമ്മെ മോചിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വികാരങ്ങളുടെ മേഖല, പ്രലോഭനങ്ങളുടെ മേഖല, ദുർമോഹങ്ങളുടെ മേഖല, ഇത്തരം മേഖലകളെ അതിജീവിക്കാൻ കഴിയണമെങ്കിൽ ഈ ലോകത്തിൻ്റെ മാർഗങ്ങളൊന്നും വിജയകരമാവില്ല. അതിൻ്റെ മുനയൊടിക്കാൻ കഴിയുന്ന അതിശക്തമായിട്ടുള്ള പ്രവൃത്തികൾ നമ്മുടെ പുത്തൻ തലമുറയ്ക്കറിയാം. മാതാപിതാക്കളെ, വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് രക്ഷകനെ നിങ്ങളുടെ കുടുംബത്തിൽ പ്രതിഷ്ഠിക്കണം. രക്ഷകൻ കടന്നു വന്നത് ഈ മേഖലയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കണം. എന്നിട്ട് മക്കളെ ചേർത്ത് വെച്ച അനുഗ്രഹത്തോടെ, അഭിഷേകത്തോടെ ഈ അനുഗ്രഹ വഴികൾ സ്വീകരിച്ചോ. 2 മക്കമായ 8:18 വചനം എല്ലാവർക്കും അറിയാലോ. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ ലോകം മുഴുവൻ അങ്കുലീചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ. ഇങ്ങനെയുള്ള അഭിഷേകത്തിൻ്റെ വചനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ശക്തി സ്വീകരിക്കണം, നമ്മുടെ ഉള്ളിൽ ശക്തി നിറയ്ക്കണം. അങ്ങനെ നമ്മൾ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ശക്തരായിട്ട് മാറും. പ്രലോഭനങ്ങൾക്കെതിർ നിലപാട് സ്വീകരിക്കാൻ ബലമുള്ളവരായി മാറും. ഒടുവിൽ മക്കളെ പേര് പറഞ്ഞ്, ഞാനങ്ങനെ കാരണവന്മാർക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അരുതാത്ത ബന്ധങ്ങളും അഡിക്ഷൻസുമുള്ള മക്കളുടെ ജീവിതത്തെ മനസ്സിലിങ്ങനെ പേരോർത്തിട്ട്, എൻ്റെ മകനെതിരെ വരുന്ന ശത്രുക്കളെ ലോകം മുഴുവനെ അങ്കുലീചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവ്വശക്തനായ ദൈവത്തിലാണ് പ്രത്യാശ. ഇങ്ങനെ പറഞ്ഞിട്ട് ബന്ധങ്ങളെ, മൊബൈൽ ഫോണിനെ, ഉപയോഗങ്ങളെ, സൗഹൃദങ്ങളെ എല്ലാം ചേർത്ത് വെച്ച് ഒന്നിനു പുറകൊന്നായിട്ട് ഇങ്ങനെ അഭിഷേകത്തിൻ്റെ വചനക്കൂടാരങ്ങളെ, വചനക്കൂമ്പാരങ്ങളെ ഉപയോഗിച്ചാൽ അവിടെ അത്ഭുതം നടക്കും. പ്രലോഭനങ്ങളെ, ദുർമോഹങ്ങളെ, അനിയന്ത്രിത വികാര പ്രക്ഷോഭങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയും. പല മാതാപിതാക്കളും പേടിച്ചാൽ വീട്ടിൽ കഴിയണേ, മക്കളെ പേടിച്ചിട്ട്. മക്കളെ തീരുമാനിക്കും. ഈ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിൻ്റെ കഥ പറയുന്നത് കേട്ടു. ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്, 3 വയസ്സൊക്കെ ഉള്ളൂ കൊച്ച്. ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് പരസ്യം വന്ന്, ആരും മാറ്റിയതൊന്നുമല്ല, പരസ്യം വന്ന് ദേഷ്യം വന്നിട്ട് ഈ കൊച്ച് കയ്യിലിരുന്ന സാധനം ഒറ്റ ഏറ് റിമോട്ട് കൺട്രോളും കൊണ്ട് ടി വി തല്ലി പൊട്ടിച്ചു. നമ്മൾ വിചാരിക്കും ഒന്നുമല്ല സംഭവിച്ച കാര്യം. നമ്മുടെയൊക്കെ വീടുകളിൽ സംഭവിച്ചിട്ട് ലോകമറിയാത്ത കാര്യം. ടി വിയുടെ ചാനൽ മാറ്റിയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തവരെ പോലും നമുക്കറിയാം. നിഷേധിച്ചതിൻ്റെ പേരിൽ നിന്ന് ഭാരപ്പെട്ട മാതാപിതാക്കളെ എനിക്കറിയാം. ഇങ്ങനെ അഡിക്ഷൻ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമ്പം അതിലൂടെ ദുരന്തം വരുന്നു എന്ന് ഓർത്തോണം. അഡിക്ഷൻ ഒരു ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പാണ്. അഡിക്ഷൻ ഒരു വലിയ മഹാകഷ്ടതയുടെ ഓർമ്മപ്പെടുത്തലാണ്. പല മാതാപിതാക്കൾക്കും ഇതറിഞ്ഞുകൂടാ. അടുത്ത കൊല്ലം സ്കൂളിൽ വിട്ടിട്ട് എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ എൻ്റെ ഉത്തരം ഇല്ലാന്നാ. ആദ്യം ഈ മക്കളുടെ ജീവിതത്തിൽ ഈ മൊബൈൽ ഫോണിൻ്റെ, ടി വിയുടെ, ടെക്നോളജിയുടെ അഡിക്ഷൻ മാറാതെ അത്തരം മേഖല ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ, മക്കളുടെ ജീവിതത്തിലുണ്ടായ അമിതമായിട്ടുള്ള പ്രത്യേകതകളെയും അതിൻ്റെ പരിണിത ഫലമായി ഉണ്ടായ അലസത, മറ്റു പല ദുശീലങ്ങൾ, ഇവയുടെ മേഖലയിലേക്ക് നിഷ്ഠയോടുകൂടിയിട്ട് നിശിതമായിട്ടുള്ള നിലപാടെടുത്തില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടതായി വരും എന്നോർമ്മിക്കാം. 4-മത്തെ കാര്യം, നിത്യമരണത്തിൽ നിന്നും നിത്യനരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നവനാണ് ക്രിസ്തു. ക്രിസ്തു പുതിയ നിയമത്തിൽ കടന്നു വന്നത് നിത്യമരണത്തെ തൻ്റെ ഉത്ഥാനത്തിലൂടെ ഇല്ലാതാക്കുവാൻ വേണ്ടി, നിത്യരക്ഷ നമുക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട. വചനം പറയും, വിശുദ്ധ യോഹന്നാൻ 3:16-17 പറയും, ദൈവം പുത്രനെ അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, ലോകത്തിന് രക്ഷ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട. തമ്പുരാൻ ഇങ്ങനെ കടന്നു വന്നിട്ട് നമുക്ക് രക്ഷ കരഗതമാക്കാൻ വേണ്ടി വഴികൾ ഒരുക്കുക. രക്ഷയുടെ കൽത്തൂണുകൾ, രക്ഷയുടെ ഇടത്താവളങ്ങൾ, രക്ഷയുടെ സാധ്യതകൾ ദൈവം ഇങ്ങനെ പല വിധത്തിൽ ഒരുക്കി നമുക്ക് വേണ്ടിയിട്ട് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അടുത്ത് മൈൻഡ് ചെയ്യാണ്ട് കടന്നു പോവുക. അത്തരം മേഖലകൾ തിരുത്താനായിട്ട് തീരുമാനമെടുക്കണം. നിത്യമരണത്തിൽ നിന്നും രക്ഷയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റുകയെ, അതിനു വേണ്ടിയിട്ടൊന്ന് ആഗ്രഹിച്ചേ, അതിനുള്ളൊരു ദാഹം ഉള്ളിൽ ജനിപ്പിച്ചേ. ഇന്ന് പല ആളുകൾക്കും അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിച്ച്, ഈ ലോകത്തിലെ കാര്യങ്ങളെ മാത്രം സ്വപ്നം കണ്ടിട്ട് അങ്ങനെ അങ്ങ് ജീവിച്ച് കടന്നു പോകുക. അവിടെ തമ്പുരാൻ പറയണേ,
നിത്യരക്ഷ പ്രദാനം ചെയ്യാനായിട്ട്, നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് കഴിയുന്നവൻ തമ്പുരാനാണെന്നുള്ള അവബോധത്തോട് കൂടിയിട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ ജീവിതത്തിന് മാറ്റം ഉണ്ടാവും. അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയ ആളുകളെ എനിക്കറിയാം. അടുത്ത കാലത്ത് പോലും മാമോദിസ സ്വീകരിച്ച് ഹൈന്ദവ വിശ്വാസത്തിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നൊരു സഹോദരി പറയുന്ന, അച്ഛാ, ദൈവത്തെ ആസ്വദിക്കണം, തമ്പുരാനോട് ചേർന്നിരിക്കണം, തമ്പുരാൻ എപ്പോൾ കണ്ടാലും അറിയാൻ തക്ക വിധമുള്ള ഒരു ജീവിതത്തിൻ്റെ നിലപാടിലേക്ക് എത്തണം. വിശുദ്ധ മത്തായി സുവിശേഷം 7:21 നമുക്കറിയാലോ. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് സ്വീകാര്യൻ, രക്ഷിക്കപ്പെടുന്നവൻ. വെറുതെ കൂടെ നടന്നിട്ടോ വചനം പറഞ്ഞിട്ടോ അത്ഭുതം കണ്ടിട്ടോ ഒന്നും നമ്മുടെ ജീവിതം രക്ഷപ്പെടണമെന്ന് നിർബന്ധമില്ല. ജീവിതം രക്ഷപ്പെടാനായിട്ട് ദൈവം തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസുലഭമായ ഒരു ഭാഗ്യത്തിൻ്റെ വഴി നിൻ്റെ ജീവിതത്തിൻ്റെ മേഖലയിൽ ഈ രക്ഷകൻ നൽകുന്ന രക്ഷയ്ക്കു ചേർന്ന ഒരു ജീവിതശൈലി, നിലപാട്, ഒരു ചുവടുമാറ്റം നടത്തി ജീവിതമൊന്ന് അനുഗ്രഹമാക്കിക്കേ. നമ്മളിങ്ങനെ ജീവിച്ച് കടന്നു പോകുമ്പോൾ തമ്പുരാൻ സങ്കടത്തോടു കൂടെ, നമ്മളെ ഓർത്ത് ഭാരത്തോടു കൂടെ കഴിയാൻ ഇടവരാൻ പാടില്ല. അതുകൊണ്ട് രക്ഷയ്ക്കായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വഴികൾ കൂടെ ഒന്ന് മനസ്സിലാക്കി നമുക്ക് ചിന്തകൾ അവസാനിപ്പിക്കാം. രക്ഷയ്ക്കുള്ള ആദ്യത്തെ വഴി തമ്പുരാനിൽ വിശ്വസിക്കുക, കണ്ണും പൂട്ടി വിശ്വസിക്കുക. യോഹന്നാൻ 11:25 പറയും, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എൻ്റെ തമ്പുരാൻ എന്നെ ശക്തിപ്പെടുത്താൻ, ബലപ്പെടുത്താൻ, കരുത്തു നൽകാൻ കഴിവുള്ളവൻ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞ്, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും ആർക്കെന്നെ വേർപെടുത്താനായിട്ട് കഴിയും? മരണമോ ദുരിതമോ ആപത്തോ നഗ്നതയോ കഷ്ടതയോ വാളോ ഒന്നിനും എന്നെ വേർപെടുത്താൻ പറ്റില്ല. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടു. അതിങ്ങനെ ആ വിശ്വാസത്തിൽ, അതിൽ നിന്ന് ഉയർക്കൊണ്ട സ്നേഹത്തിൽ ആഴപ്പെട്ട് കഴിഞ്ഞപ്പം ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിനുണ്ടായ വിസ്മയിക്കാൻ കഴിയാത്ത വിധമുള്ള മാറ്റത്തിൻ്റെ കാരണമാണ്. രണ്ടാമത്തെ രക്ഷയുടെ വഴി വചനം ശ്രവിക്കുക, വിശ്വസിക്കുക, അനുസരിക്കുക. വെളിപാട് പുസ്തകം 1:3 പറയും, ഈ വചനം വായിക്കുകയും കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ എന്ന് വിളിക്കപ്പെടും. അപ്പം വചനബദ്ധമായിട്ടുള്ളൊരു ജീവിതത്തിൻ്റെ ശൈലിയാണ് നിൻ്റേതെങ്കിൽ നിൻ്റെ ജീവിതം രക്ഷയിൽ നിന്നും ദൂരത്തല്ല എന്ന് ഓർമ്മിക്കണം. രക്ഷയിൽ നിന്നും അകലത്തിലല്ല എന്ന് തിരിച്ചറിയണം. രക്ഷയിൽ നിന്നും അകലത്തിലല്ലാത്ത വിധം ജീവിതം മാറാൻ വേണ്ടിയിട്ട്, മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വചനബദ്ധമായ ഒരു ജീവിതം നയിക്കണം. ഇത്രയ്ക്ക് ജീവനുള്ള, ഇത്രയ്ക്ക് ചൈതന്യമുള്ള, ഇത്രയ്ക്ക് ബലം പ്രദാനം ചെയ്യുന്ന, ഇത്രയ്ക്കും എൻ്റെ ജീവിതത്തിൽ ഉറപ്പോട് കൂടിയിട്ട് ഒപ്പമായിരിക്കുമെന്നുള്ള വാഗ്ദാനങ്ങളുടെ പുസ്തകത്തെ എന്തേ നീ നെഞ്ചോട് ചേർത്ത് പിടിക്കാത്തത്? നമ്മളിങ്ങനെ വെറുതെ വചനത്തെ വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറയും പോലെ വചനം കേൾക്കുക മാത്രം ചെയ്തിട്ട് കടന്നു പോകുന്ന ആത്മവഞ്ചകരുടെ ഗണത്തിൽ പെടാൻ പാടില്ല. വചനത്തെ കൃത്യതയോട് കൂടിയിട്ട് ജീവിതത്തിൽ സ്വീകരിക്കാനും പ്രായോഗികമാക്കാനും നമുക്ക് ജീവിതത്തിൽ സാധിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, രക്ഷയ്ക്കുള്ള മൂന്നാമത്തെ വഴി അനുദപിക്കുക. തെറ്റിപ്പോയെന്ന് ഏറ്റുപറഞ്ഞ് തിരുത്താൻ തീരുമാനമെടുത്ത് തമ്പുരാനോട് ചേർന്ന് മുമ്പോട്ട് പോവാം. നമുക്ക് ആർക്കും അബദ്ധങ്ങൾ പറ്റാം. ഒറ്റ വിളി കൊണ്ട് സ്വർഗം തുറക്കപ്പെടും. അത് പാപിയുടെ വിളിയാണ്, ചങ്കുപൊട്ടിയ വിളിയാണ്. കുരിശിൻ്റെ വലതുഭാഗത്ത് കിടന്ന കള്ളൻ ഒറ്റ വിളി കൊണ്ട് സ്വർഗത്തിൻ്റെ അനന്ത സാധ്യതയെ തൻ്റെ മുമ്പിലേക്ക് വിളിച്ചിറക്കുകയാണ്. ആദ്യം സ്വർഗത്തിൽ പോയവൻ ആരാ എന്ന് ചോദിച്ചാൽ കൃത്യമായും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ നല്ല കള്ളനാണ്. തമ്പുരാൻ സ്വർഗത്തിൽ പോയ കൂട്ടത്തിൽ ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ കള്ളനെ കൂട്ടിയാണ് തമ്പുരാൻ ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്നത്. എത്ര വിചിത്രമായ, വിസ്മയനീയകരമായ ഒരു കാര്യമാണെന്ന് ഓർത്തേ. ഒരുപാട് നാൾ പണിയെടുത്തിട്ടും എത്താത്ത ഒരുപിടി ജീവിതങ്ങൾ ഇങ്ങനെ കൗതുകത്തോടു കൂടെ കാണുകയാണ്. തമ്പുരാൻ ഇങ്ങനെ ഒരു കള്ളനെയും കൂട്ടിയിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന കൗതുകത്തിൻ്റെ കാഴ്ച. അതുകൊണ്ട് അനുദപിക്കുക. അനുതാപമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വപ്നത്തിലേക്കും ദൈവത്തിൻ്റെ ശൈലിയിലേക്കുമുള്ള മടങ്ങി വരവെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ. ദൈവം നമ്മളെക്കുറിച്ച് കണ്ട സ്വപ്നത്തിനിണങ്ങുന്ന വിധം ജീവിതത്തെ ഒന്ന് മാറ്റുക എന്നതാണ് മാനസാന്തരം എന്നതുകൊണ്ട് മാർപ്പാപ്പ അർത്ഥമാക്കുന്നത്. അപ്പം ഈ മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കണമെന്ന് സ്നാപകൻ ലൂക്കാസ് സുവിശേഷം 3 വിളിച്ചു പറയുന്നുണ്ട്. ഓരോരുത്തരും ജീവിതാന്തസ്സിനിണങ്ങുന്ന വിധമുള്ള പ്രവൃത്തികൾ കൊണ്ട് മാനസാന്തരത്തിൻ്റെ ഫലങ്ങളെ പ്രായോഗികതയിൽ പ്രകടിപ്പിക്കാൻ, മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കാൻ ജീവിതത്തിലെ നിലപാടുകൾ സ്വീകരിക്കണം. അനുതാപത്തെക്കുറിച്ച് 1 യോഹന്നാൻ 1:9 പറയും, പാപങ്ങൾ ഏറ്റുപറയണം. വീണ്ടും ലൂക്കാസ് സുവിശേഷം 13 പറയുന്നുണ്ട്, ഈ അനുതാപിക്കുന്നവൻ്റെ ജീവിതത്തോട് ദൈവത്തിന് വലിയ ആഭിമുഖ്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ഒരു പാപിയുടെ മാനസാന്തരമാണ് സ്വർഗം ഏറ്റവും അധികം സന്തോഷിക്കുന്നത് എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത്. പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള സ്വർഗത്തിൻ്റെ നിലപാട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്.
അങ്ങനെ നമ്മളെ ജീവിതത്തിൽ നിലപാടെടുത്താൽ ദൈവം വളരെയധികം പ്രസാദിക്കും. ഓരോരുത്തർക്കുമുള്ള ജീവിതത്തിൻ്റെ വിളി അത് തന്നെയാണ്. എൻ്റെ ജീവിതം കൊണ്ട് ആരെങ്കിലുമൊക്കെ തമ്പുരാനെ അറിയാനും അൾത്താരയോട് അടുപ്പത്തിലാകാനും ഇടയായോ? ഒരു പാപിയുടെ ജീവിതത്തെ തിരികെ പിടിക്കാൻ കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം ദൈവ തിരുമുമ്പിൽ വിലയുള്ള ജീവിതമായി എന്നത് മറക്കാൻ പാടില്ല. ഇനി 4-ാമത്തെ വഴി കൂദാശകളിലൂടെ, കൗദാശിക അനുകരണത്തിലൂടെ പരിശുദ്ധ കത്തോലിക്കാ സഭ നമുക്ക് രക്ഷയ്ക്കുള്ള വഴി തുറന്നു തരികയാണ്. രക്ഷയെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംജാതമാക്കാൻ, സംലഭ്യമാക്കാൻ വേണ്ടി സഭ പറയാണ്, നീ കൂദാശകളുടെ കൂടാരത്തോട് ചേർന്ന് അനുഗ്രഹത്തോടു കൂടെ ഒന്ന് ജീവിച്ചേ. റോമാലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. വെറുതെ വിശ്വസിച്ചാൽ മാത്രം പോരാ, ഏറ്റു പറയാൻ കൂടെ തയ്യാറാവണം. വീണ്ടും അതിനെ തുടരുകയാണ്, എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു, അധരം കൊണ്ട് ഏറ്റു പറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പം ഒരു ആന്തരിക തലവും ഒരു ബാഹ്യ തലവും ഇതിനുണ്ട്. ഹൃദയത്തിൽ ഇങ്ങനെ തമ്പുരാനെ വിശ്വാസത്തിൻ്റെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കണം. തമ്പുരാന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്ത് പ്രമുഖ ഇടം തമ്പുരാന് കൊടുത്തുകൊണ്ട് ജീവിക്കണം. എന്നിട്ട് അധരം കൊണ്ട് അത് ഏറ്റു പറയണം. ചില ആളുകളൊക്കെ ഇങ്ങനെ പറയുമ്പം നമ്മുടെ ഉള്ളിലത് ഭാരമാകും. ചില സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പം നമ്മുടെ ഉള്ളിലത് ജീവൻ്റെ തുടിപ്പായിട്ട് മാറും. എനിക്കങ്ങനെ ഒരുപടി അനുഭവങ്ങളുണ്ട് ജീവിതത്തിൽ. ചില ആത്മീയ ശുശ്രൂഷ മേഖലയിലൊക്കെ, കൗൺസിലിങ്ങിൻ്റെ മേഖലയിലൊക്കെ ചില ആളുകൾ വന്നിട്ട്, അച്ഛാ ഇങ്ങനെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ സ്വാധീനിക്കേണ്ടത്. മകള് ഒരു അരുതാത്ത ബന്ധത്തിൻ്റെ വഴിയിലാണെന്നറിയുമ്പം ഒരപ്പൻ മോൾക്ക് അവൾക്ക് ജന്മം കൊടുത്തി ആദ്യ നിമിഷം മുതൽ ഇന്നോളമുള്ള ജീവിതത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളെ വളരെ സുന്ദരമായിട്ട് 10 ദിവസം പ്രാർത്ഥിച്ച് നല്ല മനോഹരമായ ഒരു സ്ക്രിപ്റ്റ് പോലെ ദൈവം പറഞ്ഞു കൊടുത്തിട്ട് പറയാണ്, നിനക്ക് ജന്മം കൊടുക്കാനായിട്ട് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും 3 കൊല്ലം ഞാൻ ഗൾഫിൽ ജോലിക്ക് പോയി കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, എന്നിട്ട് തിരിച്ചു വന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് നിനക്ക് ജന്മം പോലും കൊടുത്തത്. അത്ര കൃത്യമാണ് വാക്കുകൾ. അദ്ദേഹം വീണ്ടും പറയാണ്, നീ ഇങ്ങനെ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരുവൻ്റെ കൂടെ ജീവിതത്തിൽ സ്വന്തമായ വഴി തേടി പോകുമ്പം നീ ചെയ്യണ പണി ഇതാണ്. അപ്പനെയും അമ്മയെയും ദോശക്കല്ലിൽ കിടത്തിയിട്ട് നീ പോകുകയാണ്. ഈ അടിവശം പൊള്ളും മോളെ, പുറം കണ്ട അത് പല വിചാരം ഉണ്ടാക്കില്ല. നീ ആ പുറം പോലെ ആയിക്കോ, വിരോധമില്ല. പക്ഷേ അപ്പനും അമ്മയും ആ ദോശക്കല്ലെ കിടന്ന് പൊള്ളുന്നുണ്ട് എന്ന് നീ മറക്കാൻ പാടില്ല. വീണ്ടും ക്രിസ്തു കാൽവരി മലയിലേക്ക് കുരിശിൻ്റെ വഴിയിലൂടെ കടന്നുപോയതിനോട് സമാനമായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് കുറച്ച് നാളത്തേക്കല്ല, ജീവിതത്തിൻ്റെ അവസാനം വരെ ഞങ്ങളെ തള്ളിയിട്ടിട്ടുള്ള നിൻ്റെ പോക്ക് അപകടകരമാണ് എന്ന് ഈ അപ്പൻ ഓർമ്മപ്പെടുത്തുകയാണ്. ചിന്തിക്കണം, ഇങ്ങനെ ജീവിതത്തിൽ കൃത്യതയോടുകൂടിയിട്ട് തമ്പുരാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക, അധരം കൊണ്ട് ഏറ്റുപറയുക. അങ്ങനെ രക്ഷയുടെ അവകാശികളും രക്ഷയുടെ ഭാഗഭാക്കുകളുമാകാൻ നമുക്ക് സാധിക്കട്ടെ. ഈ രക്ഷ ജീവിതത്തിലെന്നും നമുക്ക് കരുത്തായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ജീവിതത്തിൽ രക്ഷ പ്രദാനം ചെയ്യാൻ കടന്നു വന്ന നിന്നിലൂടെയുള്ള വെളിപാടുകളെ ഒന്ന് സ്വീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. രക്ഷയിലൂടെ നീ ഞങ്ങൾക്ക് ഒരുക്കിയ അനുഗ്രഹങ്ങളെ, പാപത്തിൽ നിന്ന് രക്ഷ നേടാൻ, പിശാചിൽ നിന്ന് രക്ഷ നേടാൻ, പ്രലോഭനങ്ങളെ അതിജീവിച്ച് ദുർമോഹങ്ങളെ അതിജീവിച്ച് രക്ഷ പ്രാപിക്കാൻ, നിത്യമരണത്തിന് രക്ഷ നേടാൻ ഞങ്ങളെ സഹായിക്കണേ. യേശുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വചനത്തിൽ ആഴമുള്ള ബോധ്യങ്ങൾ ചേർത്തുവെച്ച് അനുദപിച്ച് കൂദാശകളോട് ചേർന്ന് രക്ഷയുടെ ജീവിതത്തിൻ്റെ ഹൃദയഭാവങ്ങളെ സ്വന്തമാക്കി അധരത്തിലൂടെ അതിന് സാക്ഷികളാകാനുള്ള അനുഗ്രഹം തരണേ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാവട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.